പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി തോന്നി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. ഇതിനെന്തോ പേരെന്നോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമോന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഇതുണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പും മധുരം എത്ര വേണോ അത്രയും ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അടയൊക്കെ പരത്തി ഉണ്ടാക്കത്തില്ല, അതിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തേങ്ങ ചിരകിയതും ഒരു നുള്ളി ജീരകവും കൂടെ ചേർത്തു. അതങ്ങ് കുഴച്ച് അതിൻ്റെ കൂടെ ചേർക്കണ്ട, ചുമ്മാ ഒന്ന് പുരട്ടിയെടുത്തിട്ട് അത് ചുമ്മാ ബോളാക്കി ഇഡലി പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കണം. എന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊന്നും വേണ്ട, പക്ഷെ നമ്മളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. സേമിയ പായസം വെക്കാൻ പോവാണ്. അപ്പോൾ സമയം കുറച്ച് വൈകുമെന്നുള്ളത് കൊണ്ട് സേമിയ ഞാൻ കുക്കറിനകത്തോട്ട് വെക്കുക കേട്ടോ. ഇതൊക്കെ അപ്പോൾ മനസ്സിൽ വരുന്ന പോലെ അങ്ങ് റെഡിയാക്കുവാണ്. ഇങ്ങനെ ഇതുവരെ ഞാൻ സേമിയ വേവിച്ചെടുത്തിട്ടില്ല. 2-3 വിസിലടിച്ചപ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോഴത്തേക്കും സേമിയ റെഡിയായി. പിന്നെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെള്ളം ചേർക്കാതെ പാല് കാച്ചി അതിനകത്ത് ഒഴിച്ച് ലേശം മധുരവും പിന്നെ കുറച്ച് നെയ്യും ചേർത്തെടുത്തു. ഇതിനകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഉരുട്ടി പെരട്ടി അങ്ങോട്ട് കഴിക്കണം, അത്രയേ ഉള്ളൂ.